അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സബ്അത്തുൻ 7 കൂട്ടം ആളുകൾ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ തണലിൽ, അല്ലാഹു തആല പ്രത്യേകം ഒരുക്കിയ തണലിൽ, അർശിന്റെ ചുവട്ടിൽ അവർക്ക് തണല് നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലില്ലാത്ത ദിവസം. ശക്തമായ സൂര്യന്റെ ചൂട്, ആ ചൂട് കുറെ അകലെന്നല്ല, നേരിട്ട് വളരെ അടുത്ത്. യൗമ തുദിന ശംസു ഖദ്റ മീലിൻ എന്നാണുള്ള ഹദീസിലുള്ളത്. ഒരു ചാൺ എന്ത് ചെയ്യും? സൂര്യനെ മനുഷ്യനുമായി അടുപ്പിക്കപ്പെടും. ഇന്ന് ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ നമ്മിൽ നിന്ന് അകലമുണ്ട് സൂര്യന്. ആ സൂര്യന്റെ ചൂട് അത്രയും അകലത്തുനിന്ന് നമ്മിലേക്ക് വരുമ്പോൾ തന്നെ നേരിട്ട് നമ്മിലേക്ക് അത് പതിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടും ആ ചൂട് പോലും പലപ്പോഴും നമുക്ക് താങ്ങാനാവുന്നില്ലെങ്കിൽ ആ സൂര്യനെ തൊട്ട് മീതെ ഉദിപ്പിക്കുന്ന ഒരു ദിവസമാണ് മഹ്ശർ. അപ്പൊ അതായത് ആ ചൂടിന്റെ ഭീകരത, അതേപോലെ തന്നെ അതിന്റെ ഗൌരവം എത്രമാത്രം ആലോചിച്ച് നോക്കൂ. ആ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കൂട്ടരെ എന്ന് വിഐപികളായി പരിഗണിക്കും. ആ 7 കൂട്ടർക്ക് അല്ലാഹു തആല പ്രത്യേകം അർശിന്റെ തണൽ കൊടുക്കും. അതൊരു വല്ലാത്ത പരിഗണനയാണ്, വല്ലാത്ത സൗഭാഗ്യവുമാണ്. അങ്ങനത്തെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 കൂട്ടം ആളുകളെ സംബന്ധിച്ച്. അതിൽ ഒരു വിഭാഗം ആളുകൾ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. ഏതൊരു രംഗത്ത് അധികാരം വഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചപ്പോഴും ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നീതിയോടുകൂടെ അയാൾ വർത്തിച്ചു. സ്വജനപക്ഷപാതം അല്ലെങ്കിൽ അനീതിയുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ, അഴിമതിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും അയാളിൽ ഉണ്ടാകാതെ പൂർണ്ണമായും നീതി അനുസരിച്ച് അയാൾ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഭരണാധികാരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകും. കാരണം എന്താ? ഒരു ഭരണം ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ, അത് ഏത് ഭരണമായാലും ശരി, രാഷ്ട്രീയക്കാര് നാട് ഭരിക്കുന്നത് മാത്രമൊന്നുമല്ല, ഏത് ഭരണം ഒരാളുടെ കയ്യിൽ കിട്ടിയാലും ആ ഭരണത്തിൽ നൈതികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ കൊടുക്കും. കാരണം എന്താ? സ്വജനപക്ഷപാതമില്ലാതെ പക്ഷപാതപരമായ ഒരു ഭാഗത്തേക്ക് ചായാതെ ശരിയായ അവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോകൽ വളരെ വലിയൊരു ടാസ്കാണ്. അപ്പൊ അതനുസരിച്ച് അത് കൃത്യമായിട്ട് നടത്തിയാൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടും. ഇതാണ് ഒരു വിഭാഗം. അടുത്ത വിഭാഗത്തെ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നീതി നിലനിർത്തി ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി